ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ ട്രേഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് നല്ല ഓഹരികളെ പറ്റിയാണ്. അപ്പോൾ ഈ സ്റ്റോക്സുകളിലൊക്കെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ F&O സ്റ്റോക്സിൽ മൂവ്മെൻറ്റ് കുറവായിരിക്കും. പക്ഷേ ഈ സ്റ്റോക്സ് ഇത് നിഫ്റ്റി 500 പെട്ട സ്റ്റോക്സുകളാണ്. ഈ സ്റ്റോക്കുകളിൽ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് ഇൻട്രാഡേക്ക് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് റെപ്കോ ഹോം ആണ്. നമ്മൾ ജസ്റ്റ് ഈ പറഞ്ഞ സ്റ്റോക്സുകളൊക്കെ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ റെപ്കോ ഹോംസിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത് 386.70 380.55 ആണ്. ഓക്കെ, ഇത് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് 379.60 ഇപ്പോൾ നാളെ ഈ ഒരു 380.55 ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ ഒരു ലെവൽ ടച്ച് ചെയ്ത് താഴെ റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സെല്ലിലേക്ക് പോകാവുന്നതാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോയി ഇവിടെ ടച്ച് ചെയ്ത് ഇവിടെ നിന്ന് ഒരു റെഡ് ക്യാൻഡിൽ വരാണെങ്കിൽ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റോക്സ് റെപ്കോ ഹോം ആണ്. ലെവൽ 386.70 380.55. രണ്ടാമത്തത് ബാജൽ പ്രൊജക്ട്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലെവൽസ് വരുന്നത് 193.50 അതുപോലെ 198.50 ആണ്. അപ്പോൾ ഇതും നമ്മുടെ സെയിം സ്ട്രാറ്റജിയാണ്. ഈ ലെവൽസിൻ്റെ മുകളിൽ 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അപ്പ് ട്രെൻഡും ആ ലെവൽ ടച്ച് ചെയ്ത് താഴെ റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിലാണ് സെൽ ട്രെൻഡുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാൻഡിൽ ഈ ലെവൽ ടച്ച് ചെയ്യണം. ആ ടച്ച് ചെയ്യുന്ന ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ നമ്മൾ നോക്കില്ല. എപ്പോഴാണ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്, മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ, അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബൈയും സെല്ലും നോക്കുന്നത്. ഇനി അടുത്തത് HCG ആണ്. ഇപ്പോൾ 715 നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 700 അതേപോലെ 682.80 ആണ്. അപ്പോൾ ഇത് താഴേക്ക് വന്ന് ഈ ഒരു ലെവൽ ഇതുപോലെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈയിലേക്ക് പോകാവുന്നതാണ്. അതെല്ലാം ബ്രേക്ക് ഔട്ട് ചെയ്ത് റെഡ് ക്യാൻഡിലാണ് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ലെവൽസിൽ ടച്ച് ചെയ്ത് ക്യാൻഡിലിനെ ക്ലോസ് ബേസ് ചെയ്തിട്ടുള്ള കൺഫർമേഷൻ എടുക്കുന്നത്. പിന്നെ അടുത്ത് SFL ആണ്. അപ്പോൾ SFL 689 665.50. അപ്പോൾ ഇന്ന് രണ്ട് ലെവൽസിൻ്റെ നടുക്കാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു ലെവൽസിൽ ടച്ച് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിലും എൻട്രി നോക്കാവുന്നതാണ്. ഇന്നത്തെ ഗ്രീൻ ലാംപ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ 240.90 252.70 ആണ് ഇതിൻ്റെ ലെവൽസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലോവർ ലെവലിന് തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഈ ഒരു ലെവൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നത് നോക്കാം. ഈ ലെവൽ ടച്ച് ചെയ്ത് ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, പിന്നെ അടുത്ത് ആവാസ് ഫിനാൻഷ്യൽ ലിമിറ്റഡാണ്. അപ്പോൾ ഇതിൻ്റെ ലെവൽസ് വരുന്നത് 1472 അതുപോലെ 1434 ആണ്. ഇപ്പോൾ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ലെവലിൽ ടച്ച് ചെയ്ത് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാം. അതല്ല ബ്രേക്ക് ഔട്ട് ചെയ്ത് ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കാണ്. ഈ ലാസ്റ്റ് ഓറിയൻറ്റ് ഇലക്ട്രിക് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ ലെവൽസ് വരുന്നത് 188.30 അതുപോലെ 181.80 ആണ്. ഓക്കെ, അപ്പോൾ ഈ ലെവലിൽ ടച്ച് ചെയ്ത് ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം ബ്രേക്ക് ഔട്ട് ചെയ്ത് റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡ് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഒരു സെൽ ട്രെൻഡ് വന്നു. അപ്പോൾ നമ്മൾ സെല്ലെടുത്ത് വയ്ക്കാം. അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെല്ല് എക്സിറ്റ് ചെയ്ത് ബൈയിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സൈഡ് എന്തായാലും നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് ദിവസങ്ങളിൽ ജസ്റ്റ് ഇത് സ്റ്റോക്കുകൾ ലിസ്റ്റ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ലെവൽസ് മാർക്ക് ചെയ്തൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഞാൻ വാച്ച് ചെയ്തപ്പോൾ നല്ലൊരു പെർഫോമൻസ് കണ്ടിരുന്നു. കാരണം നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ട് ഈ സ്റ്റോക്സുകളിലൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കുറച്ച് ദിവസം വാച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് വർക്കിംഗ് ആണെങ്കിൽ നമുക്ക് റിയൽ ട്രേഡ് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.